നിങ്ങളായിട്ട് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുന്നതാണോ, അല്ലെങ്കിൽ ഇതാണോ ഇങ്ങനെയാണോ ഇവിടുത്തെ രീതി? രണ്ട് വ്യക്തികൾ തമ്മിൽ ട്രോള് വരുമ്പോൾ അവിടെ പ്രണയം ഒരുപാട് ടോക്സ് വരുന്നുണ്ട്. അങ്ങനെയൊന്നുമില്ല. എനിക്ക് ഈ ചേച്ചിയായിട്ടാണ് അങ്ങനെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അതിപ്പോ അന്ന് ആദ്യമായിട്ട് പരിചയപ്പെടുമ്പോഴും ഇപ്പൊ ഇവിടെ ഇരിക്കുമ്പോഴും എല്ലാം എന്റെ മനസ്സിലാണ്. പക്ഷെ കാണുന്ന ആൾക്കാരുടെ കണ്ണിൽ പലതരത്തിലുള്ള ചിന്ത വന്നു കഴിഞ്ഞാൽ അതൊരിക്കലും പോയിട്ട് അത് അങ്ങനെയാണ് ഇങ്ങനെയെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ പറയുകയാണെങ്കിൽ പ്രണയം നിങ്ങൾ തമ്മിൽ ആയിക്കോട്ടെ, ശരി. അല്ല, ഞാൻ ഒന്നും പറയില്ല. നമ്മളെന്തെങ്കിലും പറഞ്ഞിട്ട് അതൊരു വലിയ വിഷയമാവണ്ട. നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക്. എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നതായിരിക്കുന്നു. കാര്യപ്പെട്ട കാര്യങ്ങളൊന്നും ഇവിടെ ചർച്ച ചെയ്യാനില്ല. പക്ഷെ എന്നാലും ഒരു ഒഴുക്കം മട്ടിൽ നമുക്ക് വൈബർ ഗുഡ് ദേവുവിൻ്റെ ചാനലിൽ വന്നിട്ടുള്ള ഇൻ്റർവ്യൂ, അതായത് ഇപ്പോൾ കാവ്യ മാധവൻ, ദിലീപേട്ടൻ, പിന്നെ എന്താണ് ബിജു മേനോൻ, സംയുക്ത വർമ്മ, പിന്നെ പറയാനുള്ളത് മമ്മുക്ക സുഹാസിനി ആണോ, തെറ്റിച്ച് ശ്രമിക്കണം, ലാലേട്ടൻ, ശോഭന, ഈ താര ജോഡികൾക്ക് ശേഷം മലയാള സിനിമ ഇൻഡസ്ട്രി കാണാനിരിക്കുന്ന ഒരു താര ജോഡികളാണ് നമ്മുടെ പ്രതീഷും രേണു സുധിയും. ആഹാ, എന്താണ് ആ ഇരുത്തം! രണ്ടുപേര് തമ്മിലുള്ള ആ ഒരു കോമ്പിനേഷൻ, രണ്ടുപേരും തമ്മിലുള്ള ആ ഒരു എന്താ പറയുക, ഇവർക്ക് ഒരു അവാർഡൊന്നും കിട്ടിയാൽ പോലെ ഇവർക്ക് ഏതെങ്കിലും കുറേ അവാർഡൊക്കെ കിട്ടിയെന്നാണ് കേൾക്കുന്നത്. അതായത് മികച്ച താരജോഡികൾക്കുള്ള അവാർഡ്. ഞാൻ സത്യം പറയാലോ, ഇത്രയൊക്കെ രേണുവിൻ്റെ കോണ്ടന്റ് ചെയ്തിട്ടും ഞാൻ ഇവരുടെ ഈ പറഞ്ഞിട്ടുള്ള ആൽബംസ് ഒന്നും അങ്ങനെ കണ്ടിട്ടില്ല. പക്ഷെ ഒരു കാര്യം പറയാതെ വയ്യ, ഇന്ന് ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് നോക്കിയ സമയത്ത് രേണു പാടിയിട്ടുള്ള തമിഴ് സോങ് കേട്ടു. അതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. സീരിയസ്ലി, എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. ബാക്കിയൊക്കെ മാറ്റി വയ്ക്കും. രേണു സുധി അവരെ ക്യാരക്ടർ അവർ കാണിച്ചു കൂട്ടുന്നത് സോഷ്യൽ മീഡിയ നെഗറ്റീവ് ഒക്കെ പോട്ടെ, പക്ഷെ അവരുടെ ആ പാട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഐ തിങ്ക് ഷി ഹസ് ഗോട്ട് എ ഫ്യൂച്ചർ. എനിക്കെന്തോ പേഴ്സണലി എനിക്ക് എൻ്റെ ഒരു ഫീലിംഗ്, ആ തമിഴ് പാട്ട് പാടിയതിൽ അവർക്ക് നല്ലൊരു ശബ്ദവും കാര്യങ്ങളൊക്കെ ഉള്ളത് നമ്മൾ പറയണമല്ലോ. അപ്പോൾ വൈബർ ഗുഡ് ദേവുവിൻ്റെ ഇൻ്റർവ്യൂ ആസ് യൂഷ്വൽ അടിപൊളി ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. കാരണം വെച്ചാൽ ദേവു എന്തൊക്കെയാണ് ദേവുവിന് ചോദിക്കുന്നതെന്നുള്ള വളരെ കൃത്യമായിട്ട് അറിയാം, മറുപടികൾ എന്തായിരിക്കുമെന്നുള്ള അറിയാം. അതിനനുസരിച്ചാണ് അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ഇവർ രണ്ടുപേരും കൂടി വരും എന്നുള്ളത് 100% ഉറപ്പായിരുന്നു. കാരണം എന്ന് വെച്ചാൽ നമ്മൾ കണ്ടിട്ടുള്ള രേഷ്മ പി തങ്കച്ചൻ അല്ലെങ്കിൽ രേണു സുധി, ഇവർക്ക് കോൺട്രവേഴ്സി വേണം, ഇവർക്ക് നിലനിർത്താൻ, ഇവരെ പിടിച്ചു നിർത്താനുള്ള സംഗതികൾ വേണം. ഞാനൊരു ചോദ്യം പ്രേക്ഷകരോട് ചോദിക്കട്ടെ, എൻ്റെ ഒരു സംശയം എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, നിങ്ങളുടെ അഭിപ്രായം പറയൂ. ഇവർ രണ്ടുപേരെയും കൂടി വിളിക്കുന്നത് ദേവു ആവശ്യപ്പെട്ടതായിരിക്കുമോ, അതോ രേണു സുധി ആവശ്യപ്പെട്ടതായിരിക്കും, രേണുവും പ്രതീഷും അവരാവശ്യപ്പെട്ടതായിരിക്കുമോ? എനിക്ക് ചെറിയൊരു സംശയം, വെറുതെ ഒരു സംശയമാണ് കേട്ടോ. ഈ സംശയം ഇവിടെ ഇരിക്കട്ടെ. വെറുതെ നമ്മളൊരു സംശയം അങ്ങനെയെങ്കിലും ചോദിക്കാറില്ലല്ലോ, ഒരു കോൺട്രവേഴ്സി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി 2ാം അധ്യായമുണ്ട്, കുറച്ച് ക്വസ്റ്റ്യൻസ് ഇതിൽ ചോദിക്കുന്നുണ്ട്. ബിഗ് ബോസിലേക്ക് പോകാൻ താല്പര്യമുണ്ടോ, അല്ലെങ്കിൽ ബിഗ് ബോസിലേക്ക് പ്രതീഷ് പോകുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ എന്തുകൊണ്ടാണ് ചോദിക്കാൻ കാരണം വെച്ചാൽ, ഈ ഒരു പ്രതീഷിൻ്റെ രേണുവിനോടുള്ള ഒട്ടൽ ബിഗ് ബോസിലേക്കുള്ള പ്രതീഷിന് എൻട്രി കിട്ടാനാണ്. ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോ അനൗൺസ് ചെയ്തിരുന്നു. കാരണം എന്തോ ഒരു ബിഗ് സർപ്രൈസ് ഉണ്ടെന്നൊക്കെ അവൻ്റെ ചാനലിൽ വന്ന് പറയുന്നത് കേട്ടു. എന്തോ ആയിക്കോട്ടെ, എവിടേക്കാച്ച പോട്ടെ. പക്ഷേ രണ്ടുപേരും ബിഗ് ബോസിൽ വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമുക്ക് സംസാരിക്കാൻ ഒരു ചാകരയാവും, അതിന് യാതൊരു സംശയമില്ല. നമുക്ക് ഈ വീഡിയോയിൽ കടക്കുന്നതിന് മുന്നേ, കുറച്ച് പോർഷൻസ് പ്ലേ ചെയ്യുന്നതിന് മുന്നേ ഇതിൻ്റെ കമൻസ് വായിക്കേണ്ടതുണ്ട്. കാരണം എന്താണെന്നറിയോ, ഫസ്റ്റ് കമൻറ്റ് റോസ് മാജിക്, മോനെ പ്രതീക്ഷയെ, മോളെ രേണു, ഇതുപോലെയാണ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കാവ്യ മാധവൻ ദിലീപിനെ പറ്റി പറഞ്ഞത്. മൂടുപോയി. ഞാനും ദിലീപേട്ടനും എന്താണെന്നും മഞ്ജു ചേച്ചിക്കറിയാം. ഞങ്ങൾ ചേട്ടനും അനിയത്തിയുമാണ്. ആരും വിശ്വസിച്ചില്ലെങ്കിലും മഞ്ജു ചേച്ചിക്ക് ഞങ്ങളെ ഭയങ്കര വിശ്വാസമാണ്. ഞങ്ങൾ വിളിച്ച് സംസാരിക്കാറുണ്ട് എന്നൊക്കെ തട്ടിവിട്ട ആൾക്കാരാണ് പിന്നെ കുടുംബം കലക്കി കല്യാണം കഴിച്ചത്. അതുകൊണ്ട് ഇപ്പോൾ ഈ അനിയൻ ചേച്ചി കോംബോ കണ്ടപ്പോൾ അത് ഓർമ്മ വന്നു. പ്രതീഷിൻ്റെ ഭാര്യ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം. കാരണം വീണ എന്ന ഭാര്യയുള്ള സുധിയെ ആണ് ഈ രേണു അടിച്ചു മാറ്റിയത്. അതുകൊണ്ട് അനിയൻ ചേച്ചി എന്നും പറഞ്ഞ് ചതിച്ചു എന്നും പറഞ്ഞു. കുറച്ച് കഴിയുമ്പോൾ ഈ രേണുവിനെതിരെ ഒരു വീഡിയോയുമായി വരാൻ നിങ്ങൾ കിടവരാതിരിക്കട്ടെ. വെരി ഇമ്പോർട്ടൻ്റ് ഓഫ് ദ ലൈൻ അവിടെ പറഞ്ഞു. കാരണം വീണയുടെ കേസിൽ നമ്മൾ ഇതിനെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പേര് ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. കാരണം വെച്ചാൽ വീണ ഭാര്യയായിരിക്കുന്ന സമയത്താണ് രേണു ചാറ്റ് ചെയ്തിട്ടുള്ളതും. വീണ പുറത്ത് ജോലിക്ക് പോയ സമയത്ത്, വീണ സുധിയെ നോക്കിയിരുന്ന സമയത്ത്, വീണ ജോലിക്ക് പോയ സമയത്താണ് ഈ രേഷ്മ പി തങ്കച്ചൻ ചാറ്റ് നടത്തിയിട്ടും വീണ പിടിച്ചിട്ട് ഇറങ്ങിപ്പോണ സിറ്റുവേഷൻ ഉണ്ടായിട്ടുള്ളത്. യെസ്,
ഇവർ ബിഗ് ബോസിൽ വരുമ്പോൾ സോഷ്യൽ മീഡിയ എല്ലാം പൊളിച്ചടക്കി കയ്യിൽ കൊടുക്കും. യെസ്, രേഷ്മ ബി തങ്കച്ചൻ നന്നായി അഭിനയിക്കുന്നുണ്ട് ജീവിതത്തിൽ. ഇവൾ എന്തോ വലിയ സംഭവമാണെന്ന് ഇവളുടെ വിചാരം. അണയാൻ പോകുന്ന തീയാൾക്കത് അവിടെ ഇരിപ്പ് കണ്ടാൽ എന്തോ വലിയ സംഭവമാണെന്ന് വിചാരം. അവനെ തള്ളി താഴെ ഇടല്ലേ എന്ന്. രണ്ടാളുടെ കൂടി ഇരിപ്പ് വശം കണ്ടിട്ടുള്ള ആൾക്കാരുടെ കമൻസാണ്. പോട്ടെ, കമൻസിന് നമ്മൾ ചെവി കൊടുക്കുന്നില്ല. പക്ഷെ എന്നാലും ചില കമൻസ് ചില ആൾക്കാർ പറയുന്നത് അവരുടെ വീക്ഷണങ്ങൾ വളരെ കറക്റ്റായി വരാറുണ്ട്. എന്തായാലും ഈ ഇൻ്റർവ്യൂ കാര്യമായിട്ട് എന്ന് പറയാൻ മാത്രമൊന്നുമില്ല. പക്ഷെ എന്നാലും കുറച്ച് കാര്യങ്ങൾ ഇവർ പറയുന്നുണ്ട്, കേൾക്കാം. ഇതെന്റെ ചേച്ചി കേട്ടോ, ഇതെന്റെ ചേച്ചി കേട്ടോ, ഇത് നമുക്ക് സഹായിക്കാതാണ്. അപ്പൊ കാണുന്ന ആൾക്കാർ പല രീതിയും കണ്ടോട്ടെ, നമ്മൾ നമ്മളായിട്ട് ഇരുന്നാൽ മതി എന്നാണ് നമുക്ക്. നമ്മുടെ ഫാമിലിക്ക് ആ കാര്യം അറിയാം. അതുകൊണ്ടാണ് ഫാമിലി അത്രമാത്രം സപ്പോർട്ട്. ഇത്രയും ആൾക്കാർ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ 100 ഒരു 10% ആൾക്കാർ കൂടി ഇല്ല. അത്രയും എതിർത്ത് പറഞ്ഞിട്ട് നമ്മുടെ ഫാമിലി സപ്പോർട്ട് ചെയ്യണമെങ്കിൽ നമ്മുടെ ഫാമിലിക്ക് നമ്മൾ അറിയണം. ഫാമിലിയുടെ സപ്പോർട്ട് മോനൊന്നും ഉണ്ടാവട്ടെ. ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ ഇന്റർവ്യൂല്. രേണു ചേച്ചി ഇരിക്കുന്ന ആറ്റിറ്റ്യൂഡ്, അനിയൻ അപ്പുറത്തിരിക്കുന്നുണ്ട്. രേണു ചേച്ചിയുടെ ആറ്റിറ്റ്യൂഡ് ശ്രദ്ധിക്കുക. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ രേണു ചേച്ചി ഭയങ്കര പുളകിതയാവുന്നുണ്ട്. ഞാൻ ആ വേർഡ് എടുത്ത് പറയാതെ വയ്യ. അത് പറയുന്നത് അത്ര ശരിയാണോ എന്നറിയില്ല. എനിക്കെന്തോ അങ്ങനെ ഫീൽ ചെയ്തു. കമൻറ്റ് ബോക്സിൽ പലർക്കും ഫീൽ ചെയ്തിട്ടുണ്ട്. വാട്ട് യു മീൻ പുളകിത മനസ്സിലായോ? ചില കാര്യങ്ങൾ, അതായത് അന്ന് നമ്മൾ ലിപ് ലോക്കിൻ്റെ ക്വസ്റ്റ്യനൊക്കെ ചോദിച്ച സമയത്ത് ഇങ്ങനെ കിടന്നിട്ട് ഇങ്ങനെ എവിടുന്നൊക്കെ പുളകിതയാവുന്നത് പോലെ ഒരു രേണു സുധിയുടെ ഒരു ബോഡി ലാംഗ്വേജ് കണ്ടു. അത് കണ്ട സമയത്ത് ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ, ശ്രദ്ധിക്കാം. കുത്തിത്തിരിപ്പ്, ഒരു കുടുംബം തകർക്കുന്ന രീതിയിലുള്ള സംഭവങ്ങൾ, അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നത്? കാരണം ഞാൻ ഒരു ഇന്റർവ്യൂവിൽ ഞാൻ കണ്ടു, നിങ്ങൾ രണ്ടുപേരും ഒരു റോങ് പ്ലേസിൽ റോങ് സിറ്റുവേഷനിൽ കണ്ടു എന്നുള്ള ഒരു പ്രാങ്ക് കോൾ വൈഫിനെ വിളിച്ചിട്ട്, അതിനൊക്കെ എന്തുകൊണ്ട് നിങ്ങൾക്ക് അതിനെ ഹാർഡായിട്ട് എതിർത്തൂടാ? അത് അങ്ങനെ പറ്റില്ല. പിന്നെ നമ്മൾ എന്തിനു വന്ന് അങ്ങനെ ഹാർഡായിട്ട് എതിർക്കാൻ പറ്റില്ല. നമുക്ക് എന്താ അറിയോ, നമുക്കിതിൽ കോൺട്രവേഴ്സി വേണം. കോൺട്രവേഴ്സി ഉണ്ടെങ്കിൽ നമുക്ക് എന്നും ഈ സോഷ്യൽ മീഡിയയിൽ നിലനിൽക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഹാർഡായിട്ടൊന്നും എതിർത്തൂടാ. ഞാൻ പറഞ്ഞത് ഇപ്പൊ ചില ആൾക്കാർ, ഇപ്പോൾ അതിന് എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരാൾക്ക് സഹായം ചെയ്യുന്നു, അത് ചില ആൾക്കാർ വീഡിയോ എടുത്തിട്ട് ഇന്ന പോലെ സഹായം ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഇടും. അത് എന്തുകൊണ്ട് 4 ആൾക്കാരെ അറിഞ്ഞിട്ട് പിന്നീട് ഒരിക്കലും അത് ചെയ്യണമെന്നുണ്ട്. ഇപ്പോൾ ഞാനും രേണു ചേച്ചി തമ്മിൽ പല സ്ഥലങ്ങളിലും അങ്ങനെ കണ്ടു ഇങ്ങനെ കണ്ടു എന്നുകൊണ്ട് പറയുന്ന ആൾക്കാർക്ക് അങ്ങനെ ഇല്ല, അങ്ങനെ സംഭവമില്ല, അപ്പൊ എന്റെ വൈഫ് അങ്ങനെ ഒരിക്കലും വിശ്വസിക്കില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഒരു വൈഫിന്റെ അടുത്ത് പല ആൾക്കാർ രേണു സുധിയും പ്രതീക്ഷയായിട്ട് ഭയങ്കരമായിട്ട് റിലേഷൻഷിപ്പ് ആട്ടോ, നീ ലാസ്റ്റ് നിന്നെ ചതിക്കും, ഇങ്ങനെ പറയുന്ന ആൾക്കാരാണ് കൂടുതൽ ആൾക്കാർ. അതെ അതെ, അതൊരു ഈവൻ നിങ്ങൾ തമ്മിൽ പോകുമ്പോൾ ഇവൻ ഞാനും കണ്ടിട്ടുള്ളതാണ്. മോളായിട്ടുള്ള കമ്പനിയും അതേപോലെ തന്നെ വൈഫാണെങ്കിലും ഭയങ്കര ലൈക്ക് നമുക്കറിയാലോ, ഹസ്ബൻഡ് വൈഫിൽ എന്തെങ്കിലും വൈഫിനൊരു ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഫേസിലായിട്ടും ഒരു ഗ്യാപ്പും കാര്യങ്ങളെല്ലാം. സംഗതി എനിക്ക് തോന്നിയൊരു സംഭവം ഞാൻ പറയട്ടെ. എനിക്ക് വളരെ ക്ലിയർ ആയിട്ട് തോന്നിയിട്ടുള്ളത്, പ്രതീക്ഷ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കണം. കാരണം പ്രതീക്ഷ സോഷ്യൽ മീഡിയയിൽ ഇന്ന് ഈ ഒരു ലൈം ലൈറ്റിൽ വരാനുണ്ടായ റീസൺ രേണു സുധിയായിട്ടുള്ള കോംബോ നെഗറ്റീവ് തന്നെയാണ് അതിൻ്റെ ബാക്കിലുള്ളത്. അപ്പോൾ അത് നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ അത് ഈ പ്രതീക്ഷനും വേണം, അവൻ്റെ വൈഫിനും വേണം. വളരെ സിമ്പിളായിട്ട് പറയാം. എന്താ അങ്ങനെ എനിക്കറിയില്ല. നമ്മൾ വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വേറെ വല്ലതും ആയി മാറും. എന്തായാലും ഒന്നും പറയുന്നില്ല. അത് വളരെ ക്ലിയറായിട്ട് മനസ്സിലാവും. കോൺട്രവേഴ്സിയാണ് എല്ലാ കാര്യങ്ങളും നിലനിർത്തുന്നത്. അവർക്ക് ഈ കോൺട്രവേഴ്സി വേണം. എങ്ങനെയെങ്കിലും നെഗറ്റീവ് അടിച്ചിട്ടാണെങ്കിലും 4 ആൾ വല്ലതും പറഞ്ഞിട്ടാണെന്നുണ്ടെങ്കിലും സോഷ്യൽ മീഡിയയിൽ നിലനിൽക്കണം. അതേപോലെ മെയിൻ ഹൈലൈറ്റ് ആയിട്ട് കാണിക്കുന്ന നിങ്ങൾ തമ്മിലുള്ള ലൈക്ക് ഫുഡ് ഫീഡ് ചെയ്ത് കൊടുക്കുക. ഞങ്ങൾക്കും ഉണ്ട് ചേട്ടനും അനിയത്തിയൊക്കെ. ഓക്കെ, ഞങ്ങളിങ്ങനെ നാട്ടുകാരെ കാണിച്ചിട്ട് ഫുഡ് കൊടുത്തോണ്ട് നടക്കുകയൊന്നുമല്ല. അതേപോലെ ഇവര് ആർട്ടിസ്റ്റുകളാണ്, അതേപോലെ ബ്രദർ സിസ്റ്റർ ആണ്. അപ്പോൾ ഒരു ലിപ് ലോക്ക് സിറ്റുവേഷൻ വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? അതിപ്പോ ഞാൻ പറയണെങ്കിൽ നമ്മള് സിനിമയിലാണ്. ഞാൻ വന്നു, രേണു ചേച്ചിക്ക് ഞാൻ വന്നു, ലാലേട്ടൻ പറഞ്ഞാല് ഇതാണ് ഞാൻ പറഞ്ഞത്. ഈ ആറ്റിറ്റ്യൂഡ് ചേഞ്ചാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ബാക്കി ക്വസ്റ്റ്യൻസിനൊക്കെ എവിടുന്നിട്ടില്ലാത്ത പിന്നെ ആറ്റിറ്റ്യൂഡ് കടം വാങ്ങിയെടുത്ത് കൊണ്ടുവന്ന ആള് ഈ വക ചോദ്യങ്ങൾ കൊണ്ട് വന്നാൽ നിങ്ങൾ അവിടെ ശ്രദ്ധിക്കേണ്ടത് രേണുവിൻ്റെ മുഖം. പ്രതീക്ഷയുടെ ഭാഗത്തൊരു ചേഞ്ചും ഇല്ല കേട്ടോ. എനിക്ക് എന്നാ അവൻ്റെ ഇൻ്റർവ്യൂ കണ്ട സമയത്ത് പ്രതീക്ഷൻ്റെ ഭാഗത്ത് എനിക്ക് അവന് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇത്രയേ ഉള്ളൂ. അവനെങ്ങനെയെങ്കിലും ബിഗ് ബോസിൽ കയറി പറ്റണം, സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം നല്ല കണക്ഷൻ, ലൈം ലൈറ്റിൽ നിൽക്കണം, കുറച്ച് സിനിമ ഫീൽഡിൽ കണക്ഷൻ വേണം, സിനിമയിൽ കയറണം. ഇത് മാത്രമാണ് പ്രതീക്ഷൻ്റെ ഉദ്ദേശം എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പക്ഷേ രേഷ്മ ബി തങ്കച്ചൻ, നിങ്ങളുടെ ഈ ഒരു ഫേഷ്യൽ എക്സ്പ്രഷൻ യുനോ, അതിപ്പോ ഞാൻ പറയണെങ്കിൽ നമ്മൾ സിനിമയിലാണെന്ന് വെക്കാം. ആൽബത്തിന് തല താത്തിയിരുന്നു, ഞാൻ വന്നു, ഒരു മിനി ഫീൽഡാണ്, കലയാണ്, അഭിനയം എല്ലാം സംഭവിച്ചു, എല്ലാം ആണ്. അയ്യോ അയ്യോ അയ്യോ, ഞാൻ പറഞ്ഞ ഒരു മൂവി ആക്ഷൻ കട്ട് അതോടെ കഴിഞ്ഞല്ലോ. അപ്പൊ അതിന്റെ ആൽബത്തിലേക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ആലോചിക്കും. അങ്ങനെയല്ല കേട്ടോ, എന്ത് സന്തോഷം, എന്തിന് ഇത്രയധികം സന്തോഷം രേണു സുധിക്ക്, രേഷ്മ ഈ തങ്കച്ചന് എന്തിന് എത്ര അധികം സന്തോഷം. ലിപ് ലോക്ക് എന്നൊക്കെ പറയുന്ന സമയത്ത്
അങ്ങനെയല്ല നമ്മ ആൽബവും മൂവി എന്നുള്ള ഒരുപാട് വ്യത്യാസമില്ലേ? ഉണ്ട്, വ്യത്യാസമുണ്ട്. ഒരുപാട് പക്ഷേ വ്യത്യാസം. അവരൊരു കലാകാരൻ ഇപ്പൊ നാടകത്തിലാണെങ്കിലും പുള്ളി അഭിനയിക്കുന്നു, ഈവൻ ഒരു 30 സെക്കൻഡ് റീലിലാണെങ്കിലും നാടകത്തിൽ ലിപ് ലോക്കിംഗ് ഉണ്ടോ? കഥാപാത്രങ്ങൾ കാണും. എപ്പോഴാണ് ബിഗ് ബോസിൽ പോകുന്നത്? പോട്ടെ, ബിഗ് ബോസിലേക്ക് കടന്നു. അപ്പം ഞാനിത് കാണിക്കാൻ കാരണം എന്താ അറിയോ, ഇങ്ങനത്തെ സംഭവങ്ങൾ പറയുന്ന സമയത്ത്, ഇത് കോൺട്രവേഴ്ഷ്യൽ ആയിരിക്കുന്ന സംഭവം അല്ലെങ്കിൽ ഇതുപോലത്തെ സ്റ്റേറ്റ്മെന്റ്സ് പറയുന്ന സമയത്ത് എവിടെ നിന്നില്ലാത്തൊരു ഊർജ്ജം രേണു സുധിയിൽ വരുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തു. എന്താണ് നിങ്ങൾക്ക് തോന്നിയത്? നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യും. എപ്പോഴാണ് ബിഗ് ബോസിൽ പോകുന്നത്? നിങ്ങൾക്ക് ഒരു ഇരട്ടപ്പേരുണ്ട്, എന്താന്ന് അറിയോ? കേട്ടോ, കണ്ടായിരുന്നോ? ഇത്തിക്കണ്ണി. അതായത് രേണുവിന്റെ ഇപ്പൊ അഭിനയം ഭയങ്കര കഴിവ്. അപ്പൊ രേണുവിന്റെ കൂടെ നിന്ന് നൈസായിട്ട് സിനിമയിലേക്ക് കയറാം, ബിഗ് ബോസിലോട്ട് കയറാം. വേണ്ടില്ല, എനിക്ക് കയറിയാൽ മതി. അതുകൊണ്ട് എല്ലാത്തിനും രേണുവിനെ സപ്പോർട്ട്. സത്യത്തിൽ ഇപ്പോഴത്തെ സിറ്റുവേഷൻ, കറന്റ് സിറ്റുവേഷൻ പ്രകാരം, ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോഴുള്ള അവസ്ഥ പ്രകാരം രേണു ഇപ്പോൾ ഡിലേഡ് ആണ് ബിഗ് ബോസിലേക്ക്. ഇപ്പോഴത്തെ കണ്ടീഷനിൽ രേണുവിന് സെലക്ഷൻ കിട്ടിയിട്ടില്ല എന്നൊരു ന്യൂസാണ് പുറത്തു വരുന്നത്. അത് കുറച്ചൊക്കെ വിശ്വാസയോഗ്യമായിട്ടുള്ള സോഴ്സസ് നിന്ന് വന്നിട്ടുള്ള ന്യൂസാണ് കേട്ടോ. നമ്മളങ്ങനെ പ്രഡിക്ഷൻ ലിസ്റ്റും കാര്യങ്ങളൊന്നും എടുത്തിടാറില്ല. നമ്മൾ അതിൻ്റെ ആളല്ല ഡയറക്റ്റ്ലി. ഓൾറെഡി ഞാൻ അങ്ങനത്തെ വീഡിയോസ് ചെയ്യാറില്ല, അതുകൊണ്ടാണ് പ്രഡിക്ഷൻ ലിസ്റ്റും കാര്യങ്ങളും പറയാത്തത്. പക്ഷേ ഇപ്പോൾ വന്നിട്ടുള്ള ഒരു ഇൻഫർമേഷൻ പ്രകാരം രേണു സുധി ഇപ്പോൾ കറന്റ്ലി ഹോൾഡിലാണ് കേട്ടോ. ഞാൻ പറയാം, ഇപ്പോ ഞാൻ ചേച്ചി ഫസ്റ്റ് ആൽബം കരിമീൻ കാണാൻ അഭിനയിച്ചു. ആ ആൽബം ഓൾമോസ്റ്റ് 1 മില്യന്റെ മുകളിൽ പോയായിരുന്നു. അതിനുശേഷം ഒരുപാട് ഡയറക്ടേഴ്സ് നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ രേണു പ്രതീക്ഷയായിട്ട് കോംബോ ആയിട്ടാണ് അഭിനയിക്കേണ്ടത്. അപ്പൊ നിങ്ങളാണ് അഭിനയിക്കാൻ വരേണ്ടതെന്ന് പറയുന്ന സമയത്ത് നമ്മൾ അഭിനയിക്കാൻ പോകണം. എന്റെ സ്ഥാനത്ത് വേറൊരാളെ ഡയറക്ടർ വിളിച്ചിട്ട് കൊണ്ടിരുത്താൻ പറ്റില്ലല്ലോ. ഇപ്പൊ ഞാൻ ചെയ്ത ഒരു 10-12 വർക്ക് ചേച്ചിയായിട്ടാണ് കോംബോ വന്നേക്കുന്നത്. അപ്പൊ ചേച്ചിയായിട്ട് കോംബോ ഉള്ള വർക്കിന് എനിക്ക് ചേച്ചിയായിട്ട് പോകാനേ പറ്റുള്ളൂ. അല്ലാണ്ട് ഇപ്പോ പ്രതീഷ് അഭിനയിക്ക്, നായകൻ പ്രതീഷ്, നായകൻ രേണു. ഈ നായകന്റെ സ്ഥാനത്ത് പ്രതീക്ഷ എന്ന് പറഞ്ഞിട്ട് വേറൊരാളെ കൊണ്ട് നിർത്താൻ പറ്റില്ലല്ലോ. ഇല്ല. അപ്പൊ ഓൾമോസ്റ്റ് 15 വർക്ക് അതിനുശേഷം കണ്ടിന്യൂ വർക്ക് വരുന്ന സമയത്ത് എനിക്ക് ഒരിക്കലും മാറി നിൽക്കാൻ പറ്റില്ല. അതിന് ആ സമയത്ത് മെഗാ സീരിയൽ കോംബോ പോലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അത് നല്ലതല്ലേ? നമ്മൾ അങ്ങനെ ഒരു കോംബോ വരുമ്പോ ഒരു ആൽബത്തിലൂടെ കുഞ്ചാക്കോ ബോബനും ശാലിനിയും മികച്ച താര ജോഡികൾക്കുള്ള അവാർഡൊക്കെ ആദ്യത്തെ ആൽബത്തിലൂടെ എനിക്ക് തോന്നുന്നില്ല എല്ലാവർക്കും ഒന്നും എളുപ്പം കിട്ടുമെന്ന് തോന്നുന്നു. ഞങ്ങൾക്ക് രണ്ടുപേർക്കും കിട്ടി അവാർഡ്. താര ജോഡിയോ? ഏത് തലയിലുള്ള താരനോ? അല്ല, അങ്ങനെ ഞാൻ ഈ കമന്റ് ഞാൻ കണ്ടിട്ടുണ്ടാണ്. അപ്പൊ അതിനെ മറുപടി ശരിക്കും ഞാൻ ഓൾറെഡി ഇതിന് റിയാക്ഷൻ വീഡിയോസ് അങ്ങനെ ചെയ്യാത്ത ആളാണ്. ചെയ്യാൻ അവസരത്തിൽ ഞാൻ പറയാണ്, ഇപ്പൊ ജസ്റ്റ് ഒരു മീഡിയന്റെ മുന്നിലാണെന്നുണ്ടെങ്കിൽ മീഡിയക്കാർ ഓൾറെഡി പറയും പ്രതീക്ഷ രണ്ട് ഒരുമിച്ച് നിൽക്ക്, ഞങ്ങൾക്ക് ചെറിയ ബൈറ്റ്സ് എടുക്കണ്ടു. അപ്പൊ ശരി, നമ്മൾ സംസാരിച്ചു. അപ്പോൾ അടുത്ത ആൾക്കാർ വരും. അങ്ങനെ പല മീഡിയസ് വരുന്ന സമയത്ത് എല്ലാം ഒരുമിച്ചാണ്. ഓരോ ഇതൊക്കെ എപ്പോഴാണ് നടക്കുന്നതാവല്ലേ? ഞാനേതായാലും ഇതൊന്നും കാണുന്നില്ല. എന്തായാലും കോൺട്രവേഴ്സി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഇൻ്റർവ്യൂസ് ഉണ്ടെങ്കിൽ മാത്രമേ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ സ്ലോലി എന്നെപ്പോലെ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിലും വീഡിയോ കാണുന്നവരാണെന്നുണ്ടെങ്കിലും സ്വാഭാവിക റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നവർ ഈ ഒരു ടോപ്പിക് എടുക്കാതെ വരുന്നതോടുകൂടി രേണു സുധി എന്ന് പറഞ്ഞിട്ടുള്ള പേര് സോഷ്യൽ മീഡിയയിൽ നിന്നും എല്ലാം അങ്ങനെ പോകും. ഇനി ഒരു കാര്യം പറയാം, ബിഗ് ബോസിലേക്ക് രേണു കയറുന്നുള്ളത് കൊണ്ടാണ് ഞാൻ അതൊരു കാര്യം കൂടി എല്ലാ വീഡിയോസിലും ഇതിന് മുന്നേ ഒരു വീഡിയോയിലും കൂടി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ബിഗ് ബോസിലേക്ക് രേണു സുധി കയറുന്നുണ്ട് എന്നുള്ളൊരു കാര്യം കൊണ്ടാണ് നമ്മൾ ഈ ഒരു വ്യക്തിയുടെ ടോപ്പിക് എടുക്കുന്നത്, പ്രത്യേകിച്ച് ഇപ്പോൾ സോഷ്യലി ട്രെൻഡിങ് ആയിട്ട്. ജസ്റ്റ് ഇൻ കേസ് രേണു ബിഗ് ബോസിലേക്ക് കയറുന്നില്ലെങ്കിൽ നിങ്ങൾ എഴുതി വെച്ചോളൂ, എനിക്ക് തോന്നുന്നില്ല അടുത്ത ഓഗസ്റ്റ് 3 കഴിഞ്ഞാൽ ഇന്ന് സംസാരിക്കുന്ന ഒരു റിയാക്ഷൻ വീഡിയോൻ്റെ യൂട്യൂബർ പോലും ഈ ഒരു പേരെടുത്തിടില്ല. മാത്രമല്ല ഈ പേരെടുത്തിടില്ല, ഇതേപോലെ തന്നെ ഇത് കാണാൻ ഇപ്പം കാണുന്നത്ര ആൾക്കാരും ഉണ്ടാവില്ല. കാരണം എന്താ വെച്ചാൽ എല്ലാവരും ഇത് ഇതാക്കുന്നതും ബിഗ് ബോസിലേക്ക് രേണു സുധി കയറുന്നുണ്ട് എന്നുള്ളൊരൊറ്റ കാര്യം കൊണ്ട് മാത്രമാണ്. ഇതാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്തായാലും എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ. പറ്റുമെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്.